Hallelujah. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായൊരു പ്രഭാതവേള സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും ദാനമായി നൽകിയിരിക്കുന്നു. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. മാത്രമല്ല, ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങളോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയും ആരാധനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും ഹല്ലേലൂയ അല്പസമയം നിങ്ങളോട് തിരുവചന സത്യങ്ങളെ സംസാരിക്കുവാനും സർവശക്തനായ ദൈവം എനിക്കൊരു അവസരം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ദൈവത്തിന് സകല ബഹുമാനവും മഹത്വം ഈ സമയത്ത് അർപ്പിക്കുന്നു. മാത്രമല്ല, എനിക്ക് ഒരു അവസരം ഒരുക്കി തന്ന, ഇതുപോലെ ഒരു മനോഹരമായ ഒരു അവസരം ഒരുക്കി തന്ന എന്റെ പ്രിയ സഹോദരൻ ശ്രേഷ്ഠദാസൻ സുഭാഷ് പാസ്റ്റർക്കും ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ ഇപ്പോൾ അറിയിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ തിരുവനന്തപുരത്ത് പാപ്പനംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്തായിട്ട് ചൂഴാറ്റുകോട്ട എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഞങ്ങൾ കുടുംബമായി താമസിക്കുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. ബേസിക്കലി ഞാൻ അധ്യാപകനാണ്. എന്നാലും എനിക്ക് ലഭിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നു. എന്റെ ജീവിതത്തെ കർത്താവ് ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ബേസിക്കലി എന്റെ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു CSI ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്നു. എന്റെ പിതാവ് ഒരു CSI പള്ളിയിലെ പ്രീസ്റ്റ് ആണ്, അച്ഛനായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു പോയി. എന്നിരുന്നാലും യഥാർത്ഥ സത്യം സുവിശേഷം ഞാൻ മനസ്സിലാക്കി. അത് ഏതാണ്ട് 10 വർഷമായി ഞാൻ ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ സ്നാനപ്പെട്ടു. കർത്താവിനാൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു. ഇന്നും അതെ വളരെ ധൈര്യത്തോടുകൂടി കർത്താവിന്റെ വേലയുമായിട്ട് എനിക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ മുന്നോട്ട് നിൽക്കുന്നു. ഞാൻ നിൽക്കുന്ന സഭയില് പ്രിയ ദൈവദാസന്റെ കൂടെ ശുശ്രൂഷകനായിട്ട് ഞാനിപ്പോൾ സേവനം അനുഷ്ഠിച്ചു വരുന്നു. എന്തായാലും ദൈവം എന്നെ അധികമായിട്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് വചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ ശരണപ്പെട്ടുകൊണ്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതെ, ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അത് തിരുവചനം എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ തിരുവചനത്തിൽ 2 കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അത് 2 ഘടകങ്ങൾ അതിലുണ്ട്. ഒന്ന്, തിരുവചനത്തിൽ ശബ്ദമുണ്ട്. അതെ, മറ്റൊന്ന് ആത്മാവുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തിരുവചനം നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ചെവികളിലൂടെ അതെ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നല്ല നിലങ്ങളാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഹൃദയത്തെ നല്ല നിലങ്ങളാക്കി മാറ്റുന്നത്? ഹല്ലേലൂയ. അത് വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വീഴുമ്പോൾ അത് വെറുതെ അവിടെ വീണാൽ പോരാ, അത് ചാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് ചത്താൽ മാത്രം പോരാ, അത് അവിടെ വളരണം. ഹല്ലേലൂയ. അത് വളർന്നാൽ മാത്രം പോരാ, അതിന് വൃക്ഷമായി മാറണം. ഹല്ലേലൂയ. അതിന് വൃക്ഷമായി മാത്രം മാറിയാൽ പോരാ, അത് നല്ല ഫലമുള്ളതായി മാറണം. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, ഈ പ്രഭാത വേളയിൽ നാം കേൾക്കുന്ന തിരുവചന സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീണ് അത് ചത്ത് അത് വളർന്ന് അതൊരു വൃക്ഷമായി അതൊരു ഫലമായി മാറുമ്പോഴത്രേ നാം കേൾക്കുന്ന വചനം കൊണ്ട് പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അത് ആഗ്രഹിക്കുന്നതാണ്. നാം കേൾക്കുന്ന തിരുവചനത്തെ അതെ കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ അതെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലുദിയായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അത് ഈ സൂം മീറ്റിംഗിൽ തിരുവചനം ശ്രമിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 20-21 അധ്യായങ്ങളിൽ നിന്നും ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ എടുത്ത് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ ഞാൻ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ഒന്ന് തീർക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-21 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് 4 തവണ അതെ തങ്ങളുടെ
ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. 4 തവണ കർത്താവ് പലരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ 4 തവണ പ്രത്യക്ഷപ്പെടുമ്പോഴും വെറുതെ പ്രത്യക്ഷപ്പെട്ടതല്ല, ഓരോ പുതിയ അനുഭവങ്ങളാണ് ഓരോ വ്യക്തികൾക്കും കർത്താവ് പകർന്നു കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഓരോ തവണ പ്രത്യക്ഷപ്പെടുമ്പോഴും ഓരോ അനുഭവങ്ങൾ കർത്താവ് പകർന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഇന്ന് പ്രഭാതത്തിൽ നാം ഈ ദൂത് കേൾക്കുമ്പോൾ, നാം ഈ വചനം കേൾക്കുമ്പോൾ, നാം എവിടെ ആയിക്കൊള്ളട്ടെ, ഏത് മുറിയിലും ആയിക്കൊള്ളട്ടെ, ഏത് ഭവനത്തിലും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഇടയിൽ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ വരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില നന്മകൾ നമ്മുടെ ജീവിതത്തെ തരുവാൻ, ചിലതിനെ പുനഃസ്ഥാപിക്കുവാൻ, അതെ, ചിലതിനെ മാറ്റി മറ്റു ചിലതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മുടെ അടുക്കൽ വരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ഓരോ തവണ പ്രത്യക്ഷപ്പെടുമ്പോഴും ഓരോ അനുഭവങ്ങൾ ഓരോ വ്യക്തി ജീവിതത്തിലും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതെ, കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ടിരുന്ന മറിയ, ഹല്ലേലൂയ, കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ടിരുന്ന മറിയയുടെ മുന്നിൽ ഇതാ കർത്താവ് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ടിരുന്ന മറിയ, ഹല്ലേലൂയ. നമുക്കറിയാം എന്തുകൊണ്ടാണ് കർത്താവ്, ഹല്ലേലൂയ, അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അതെ, കരഞ്ഞുകൊണ്ടിരുന്ന മറിയ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. കരച്ചിലിന്റെ മുന്നിൽ, ഹല്ലേലൂയ, നീയും ഞാനും കരയുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും കരയുകയാണെങ്കിൽ, ആ കരച്ചിലിന്റെ മുന്നിൽ, ഹല്ലേലൂയ, നമ്മെ വിട്ട് അകന്നു പോകുവാൻ സാധിക്കുന്നവനല്ല ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ കരച്ചിലിന്റെ മുന്നിൽ നമ്മെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതെ, കരയുന്ന മറിയയുടെ മുന്നിൽ നിന്നിട്ട് കർത്താവ് അവരുടെ കണ്ണുനീരിനെ പൂർണ്ണമായിട്ട് മാറ്റുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് മാറ്റി പുതിയ ദൗത്യം അവളെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ കേൾക്കുന്ന ആരെങ്കിലും നീറുന്ന അനുഭവത്തിൽ ഇരിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും അതെ കരച്ചിലിന്റെ അനുഭവത്തിൽ കണ്ണുനീരോട് കൂടിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ, അതെ, കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരിക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരിക. എന്തിനാ? നിങ്ങളുടെ കണ്ണുനീരിനെ മാറ്റുന്നത് വേണ്ടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം മറിയ എന്തിനാണ് കരഞ്ഞത്. ഹല്ലേലൂയ. മറിയ എന്തിനാണ് കരഞ്ഞത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോഴും, മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോഴെല്ലാം അതിരാവിലെ മറിയ ഇതാ സുഗന്ധവർഗവുമായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. മരണപ്പെട്ട തന്റെ കർത്താവിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, ആ ശരീരം ഒന്ന് തൊടുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, മറിയ ഇതാ ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ മറിയ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ മറിയ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഹല്ലേലൂയ. അതെ, ഈ മറിയ ഓടി ഇതാ കർത്താവിന്റെ കല്ലറയിലേക്ക് ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷെ അവൾ ഓടുന്ന സമയത്ത് അവളുടെ ചിന്തകൾ ഇങ്ങനെ അവൾ പല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. തന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഓരോ നന്മകളെയും, ഹല്ലേലൂയ, തന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഓരോ നന്മകളെയും അവൾ ചിന്തിച്ചുകൊണ്ടാണ് വേഗത്തിൽ ഓടിപ്പോകുന്നത്. ഹല്ലേലൂയ. അത് ലോകം പാപിയാണെന്ന് മുദ്ര കിട്ടിയപ്പോൾ തന്നെ വിധിക്കാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഒരു അവസരം കൊടുത്ത കർത്താവ്, നിത്യജീവനെ പ്രദാനം ചെയ്ത കർത്താവ്, ഹല്ലേലൂയ, ഇതത്രയും ചിന്തിച്ചുകൊണ്ട് ഇതാ മറിയ ഓടി കല്ലറയ്ക്കിലേക്ക് പോവുകയാണ്. യേശുവിന്റെ ഡെഡ് ബോഡി ആണെങ്കിലും കുഴപ്പമില്ല, തന്റെ കയ്യിലിരിക്കുന്ന അസുഗന്ധവർഗമൊന്ന് ഭൂഷണം, കർത്താവിനൊന്ന് തൊടണം. അതെ, ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, അവൾ ഓടി അവിടെ പോകുമ്പോൾ അവൾ കല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ പ്രവേശിക്കുമ്പോൾ അവൾ കാണുന്നത്, ഹല്ലേലൂയ, നമുക്കറിയാം, ശൂന്യമായ ഒരിടം കാണുന്നു. വളരെ ആകാംക്ഷയോട്, വളരെ ആഗ്രഹത്തോടുകൂടി, വളരെ പ്രത്യാശയോടുകൂടി അത് കല്ലറയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മറിയ നിരാശയായി മാറുകയാണ്. ഹല്ലേലൂയ. അതെ, നിരാശയുടെ നിഴൽ മറിയെ മൂടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, മറിയ നിലവിളിക്കുന്നു, മറിയ കരയുകയാണ്. എന്റെ കർത്താവിനെ ആരെടുത്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചുകൊണ്ട് മറിയ കരയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതുപോലെ പലപ്പോഴും നിരാശയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലതൊക്കെ നേടിയെടുക്കാമെന്നും, ചിലതൊക്കെ വളരെ ആഗ്രഹത്തോടുകൂടി, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തീർക്കണമെന്നുള്ള വളരെ ആഗ്രഹത്തോടുകൂടി, വളരെ ആകാംക്ഷയോടുകൂടി, വളരെ ആശയോടുകൂടി പല കാര്യങ്ങളും നമ്മൾ തുടങ്ങി വെക്കുന്നുവെങ്കിൽ തന്നെയും പലപ്പോഴും അത്
അതിന്റെ അവസാനം നിരാശയുടെ അനുഭവമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും അതെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം കർത്താവിനോട് നിലവിളിച്ചു കഴിഞ്ഞാൽ എന്റെ കർത്താവ് മാറി നിൽക്കത്തില്ല. എന്റെ കർത്താവ് മാറി നിൽക്കത്തില്ല. ഇവിടെ മറിയ നിലവിളിച്ചു. അതെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവിന്റെ അടുക്കൽ കയറി പോകുന്നതിന് മുന്നേ തന്നെ അതെ മറിയയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഹല്ലേലൂയ. അതെ, നിരാശയുടെ പടിക്കുഴിയിലായിരുന്ന മറിയയ്ക്ക് പ്രത്യാശയുടെ ഒരു അനുഭവം കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ പുതിയൊരു അനുഭവം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെ, കരഞ്ഞുകൊണ്ടിരുന്ന മറിയയുടെ കണ്ണുനീരിനെ മാറ്റുന്ന കർത്താവ്. ഹല്ലേലൂയ. നിരാശയുടെ അനുഭവത്തിലായിരുന്ന മറിയയുടെ ഹല്ലേലൂയ നിരാശയെ മാറ്റി കർത്താവ് പ്രത്യാശ കൊടുക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവത്രേ നമ്മുടെ കർത്താവ്. ആ കർത്താവത്രേ ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൈവിടാത്തവനായ നമ്മുടെ കർത്താവ്, നമ്മുടെ കണ്ണുനീരിനെ കണ്ടാൽ മനസ്സലിയുന്ന കർത്താവ്, നിരാശയിലാണോ നാം ആയിരിക്കുന്നത്, നമുക്ക് പ്രത്യാശ തരുന്ന നമ്മുടെ കർത്താവ് ഇന്ന് ഈ പ്രഭാതവേളയിൽ നമ്മുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് ഇറങ്ങി നിന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യഹൂദന്മാരെ പേടിച്ച്, ശ്രദ്ധിക്കുക, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഞാൻ ഇതിനെങ്ങനെ ഒന്ന് ചിന്തിക്കുന്നു, ഒരു മുറി, ഇരുട്ടുള്ള ഒരു മുറിയാ, നേരെ ചൊവ്വേ ഒന്ന് ശ്വാസം വിടാൻ പോലും അവർക്ക് ഭയമാണ്. കാരണം തങ്ങളുടെ നേതാവിനെ ക്രൂശിച്ചു, തങ്ങളുടെ നേതാവിനെ കൊന്നുകളഞ്ഞു. ഇനി യഹൂദന്മാർ പിടിക്കുന്നത് അനുയായികളെ ആയിരിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതാ അവർ ഭയന്ന് ഒരു മുറിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതിരിക്കുമ്പോൾ കർത്താവ് അവിടെ നടുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ലൂക്കോസ് ചെയ്ത സുവിശേഷം വായിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസ് ചെയ്ത സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് നടുവിൽ നിൽക്കുന്നത് കാണുമ്പോൾ അതെ നമ്മുടെ ശിഷ്യന്മാർ ഭയന്നു പോകുന്നു. ഹല്ലേലൂയ. ഇത് ഭൂതമാണെന്ന് വിളിച്ചവർ ഭയന്നു പോവുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, രണ്ട് ഭയമാണ് ഇപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലുള്ളത്. ഒന്ന് യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം, മറ്റത് ഭൂതത്തെ കുറിച്ചുള്ള ഭയം. ഹല്ലേലൂയ. 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 എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഈ രണ്ട് ഭയത്തെയും കർത്താവ് വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസ് ചെയ്ത സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസ് ചെയ്ത സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 38-40 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് സാഹചര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനായി എന്റെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവിനറിയാം ഇവർ ആകപ്പാട് ഭയന്നിരിക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇവരുടെ മനസ്സിലെ ചിന്തകളാൽ ഇവർ ഭയപ്പെട്ട് പുറത്തോട്ടിറങ്ങിയാൽ യഹൂദന്മാർ ഇവർ പിടിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ. ഇവരെങ്ങനെയെങ്കിലും അതിനകത്ത് ഇരുത്തിയ കർത്താവിന് പറ്റുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? നിങ്ങളുടെ ഹൃദയം എന്തിനാ കലങ്ങുന്നത്? ഇത് ഞാനാ. ഹല്ലേലൂയ. അതിന് തെളിവ് വരെ കൊടുക്കുന്നു കർത്താവ്. ഇത് ഭൂതമല്ല എന്ന് അതെ അവർക്ക് തെളിവ് കൊടുക്കുക. അവരോട് പറയുന്നു, എന്നെ ഒന്ന് തൊട്ടു നോക്കുക, എന്റെ ഈ മുറിവുകളിൽ ഒന്ന് തൊട്ടു നോക്കുക. ഹല്ലേലൂയ. അവർ ഇതൊക്കെ ചെയ്തുവെങ്കിൽ തന്നെയും എന്നെ കേൾക്കുന്ന പ്രിയരെ, അവർ സന്തോഷമായി. പക്ഷെ എന്നാൽ പൂർണ്ണമായിട്ടൊരു വിശ്വാസം അതെ ശിഷ്യന്മാർക്ക് വരുന്നില്ല. ഫൈനലി യേശു ക്രിസ്തു ഒരു കാര്യം ചെയ്തു. അതെ, ഭൂതത്തിന് ഭക്ഷിക്കുവാൻ സാധ്യമല്ല. എന്നാൽ എന്റെ കർത്താവ് മീനും തേൻകട്ടയും ഭക്ഷിച്ചവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നമ്മുടെ കർത്താവ്. ഏത് തരത്തിലുള്ള ഭയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും എന്റെ കർത്താവിന് അവസരോചിതമായിട്ട് പ്രവർത്തിച്ച് ആ ഭയത്തെ നമ്മളിൽ നിന്ന് പൂർണ്ണമാക്കി മാറ്റുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതത്രേ ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം അതൊരു മനുഷ്യ ഭയമാണ്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, സദൃശവാക്യങ്ങൾ വായിക്കുന്നതോട് പറയുന്നു, മനുഷ്യ ഭയം ഒരു കെണി എന്നാ പറയുന്നു, ഒരു കെണി. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുക, മനുഷ്യരിൽ ആശ്രയിക്കരുത്. മനുഷ്യരിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ പലപ്പോഴും നമ്മൾ മനുഷ്യരെ ഭയപ്പെടേണ്ടി വരും. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം കർത്താവിൽ നമ്മുടെ ആശ്രയം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ഭയം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. ഹല്ലേലൂയ, ആമേൻ. മറ്റൊരു അവസരത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഭൂതത്തെയോ പ്രേതത്തെയോ പിശാചുക്കളെയോ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്റെ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി നമുക്ക് അധികാരം തന്നിരിക്കുക. ഹല്ലേലൂയ. പിന്നീടാണോ നാം ഈ പിശാചുകളെ പേടിക്കുന്നത്, ഈ ഭൂതങ്ങളെ പേടിക്കുന്നത്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, അതിലെ അവസാനത്തെ വരിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. കർത്താവ് അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ നാം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കണക്കിടണം. അതെ, ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് കൈകളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലത്തെയും തകർക്കുവാൻ അവകാശവും അധികാരവും തന്റെ പ്രിയ മക്കളായി നമുക്ക് തന്നിരിക്കുന്നു. ഇതൊന്നും നമുക്ക് ഒരു ഭയമുണ്ടാകുകയില്ല. ഹല്ലേലൂയ, ആമേൻ. നാം പിന്നെ ആരെ ഭയക്കണമെന്ന് പറയുന്നുണ്ട്? ഹല്ലേലൂയ. അതെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ, ആമേൻ, ദേഹത്തെ കൊല്ലുന്നവരെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ള പിതാവായ ദൈവത്തെ നാം ഭയപ്പെട്ടാൽ മാത്രം മതി. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്ങളാൽ ആയിരിക്കുന്നുവെങ്കിൽ ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അതെ, നാം ഭയപ്പെടേണ്ടത് നമ്മുടെ കർത്താവിനെ മാത്രം. ഹല്ലേലൂയ. മനുഷ്യ ഭയം ഒരു കെണിയാണ്. ഹല്ലേലൂയ. അതെ, ഈ പ്രേതഭൂത പിശാചുക്കളുടെ സകല ആയുധ വർഗങ്ങളിൽ എന്റെ കർത്താവ് കുരിശിൽ അടിയറവ് വെച്ചിരിക്കുക. ഹല്ലേലൂയ. അവന്റെ സകലതും പിടിച്ചു വാങ്ങിച്ച് കർത്താവ് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പഴം അറുക്കേണ്ട കത്തി പോലും അവന്റെ കയ്യിലില്ല. ഹല്ലേലൂയ. ഒരു പഴം അറുക്കേണ്ട ഒരു ആയുധം പോലും ഈ പിശാചിന്റെ കയ്യിലില്ല. നമ്മുടെ കർത്താവ് ജയാളിയാണ്, അതുകൊണ്ട് നമ്മളും ജയാളിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതെ, കണ്ണുനീരിനെ മാറ്റുന്ന കർത്താവ്. ഹല്ലേലൂയ. അതെ, നിരാശയെ മാറ്റുന്ന കർത്താവ്, ഭയത്തെ മാറ്റുന്ന കർത്താവ്. ഏതു തരം ഭയമായാലും സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഭയത്തെ നമ്മിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു കളയുന്ന നമ്മുടെ കർത്താവ് പ്രഭാതത്തിൽ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും 8 നാൾ കഴിയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതെ, 8 നാൾ കഴിയുമ്പോൾ ഇതാ വീണ്ടും ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ തോമസ് അപ്പോസ്തലന് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതെ, അവിശ്വാസിയായ തോമസിന്റെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിശ്വാസിയായിരിക്കുന്ന തോമസിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കർത്താവ്, ഹല്ലേലൂയ, പ്രത്യക്ഷപ്പെടുന്നു. ആമേൻ. അതെ, നമ്മുടെ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് എന്തും ചെയ്യുവാൻ തയ്യാറായി നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. നീ കണ്ണുനീരിലാണോ? അതെ, നിന്റെ കണ്ണുനീർ തുടയ്ക്കും. നീ ഭയത്തിലാണോ? നിന്റെ ഭയത്തെ മാറ്റും. നിനക്ക് അവിശ്വാസമുണ്ടോ? നിന്റെ വിശ്വാസത്തിൽ കർത്താവ് ബലപ്പെടുത്തും. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കർത്താവ് വന്നിട്ടുണ്ട്. ഒരു ഇമ്മാനുവേലായി നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. വീണ്ടും താഴോട്ട് വായിക്കാമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 3 വരെ വായിക്കും. അവിടെ മറ്റൊരു സമയത്ത് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ പശ്ചാത്തലം വേറൊന്നാണ്. തിബരിയാസ് കടൽക്കര. ഹല്ലേലൂയ. തിബരിയാസ് കടൽക്കരയിൽ 7 ശിഷ്യന്മാരെ കുറിച്ച് അവിടെ പറയുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അതെ, തോമസ്, അതുപോലെ തന്നെ നഥാനിയേൽ, മറ്റു 2 ശിഷ്യന്മാർ. ഹല്ലേലൂയ. ഇവർ ഇങ്ങനെ കടൽക്കരയിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുവരെയും കർത്താവിന്റെ കൂടെ നടന്നവർ, ജനം മാനിച്ചവർ, ലോകം അംഗീകരിച്ച ശിഷ്യർ, ഇതാ ഏകാന്തരായി ഇവിടെ തിബരിയാസ് കടൽക്കരയിൽ നിൽക്കുന്നു. തിബരിയാസ് കടൽക്കരയിൽ നിൽക്കുവാൻ ഒരു കാരണമുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ഗലീലായിൽ പോയി നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ കഫർനഹൂം പട്ടണത്തിൽ പോയി നിൽക്കാമായിരുന്നു.
അത് തിബരിയാസിൽ നിൽക്കുന്നതിന് ഒരു പഠനമുണ്ട്. ഹല്ലേലൂയ. കാരണം തിബരിയാസ് കടൽക്കരയിൽ കർത്താവ് യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരു ദിവസം പോലും പോയതായിട്ട് തിരുവചനം പറയുന്നില്ല. ഹല്ലേലൂയ. അതെ, യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം അവർക്കുണ്ട്. യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം. ഒരു പക്ഷെ ഗലീലായിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ യഹൂദന്മാർ പിടിച്ചുകൊണ്ട് പോയാലോ എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് ഏകാന്തമായ സ്ഥലത്ത് അവർ വന്ന് നിൽക്കുക. ഹല്ലേലൂയ. കാരണം തിബരിയാസിൽ അധികമായിട്ട് ആ ശുശ്രൂഷ നടക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ ശിഷ്യന്മാരെ മറ്റുള്ളവർക്ക് അറിയില്ലായിരിക്കാം. ഇത് എന്റെ ഒരു ചിന്തയാണ്. ഇറ്റ്സ് മൈ ഓൺ ഒപ്പീനിയൻ. ഇത് എന്റെ ഒരു ചിന്ത മാത്രമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെ, ഞാൻ ഒരിക്കൽ കൂടി അതിനെ ഒന്ന് വിശാലമാക്കി പറയട്ടെ. വളരെ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ശിഷ്യന്മാർ അവിടെ നിന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ അവർ കർത്താവിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അവരും ഇതുപോലെ കർത്താവിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, രാവിലെയായി, ഉച്ചയായി, വൈകുന്നേരമായി കർത്താവ് വന്നില്ല. ഹല്ലേലൂയ. ഇതാ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു പുതിയ തീരുമാനം ഉണ്ടാകുന്നു. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു പുതിയ തീരുമാനം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. അത് പത്രോസാണ് തീരുമാനം വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പത്രോസ് ഈ തീരുമാനം വെളിപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ പറയുന്നു, ഞാനും വരുന്നു, ഞാനും വരുന്നു, ഞാനും വരുന്നു. ഒരു പക്ഷെ ഉച്ചയായ സമയത്തെ യോഹന്നാനൊരു തീരുമാനം പറയണമെന്നുണ്ടായിരുന്നായിരിക്കാം. പക്ഷെ അവർ പരസ്പരം ഭയപ്പെട്ടിരുന്നായിരിക്കാം. ഇതെങ്ങനെ പുറത്തു വരാം, ആരിത് വെളിപ്പെടുത്തും, നമുക്ക് പഴയ അവസ്ഥയിലേക്ക് പോകാമെന്നുള്ളതാണ്. പക്ഷെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം തിരുവചനം വായിക്കുമ്പോൾ, പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എടുത്തു ചാടി എല്ലാ കാര്യങ്ങളും പറയുന്നവനാണ് നമ്മുടെ പത്രോസ്. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുന്നു, ഞാൻ പോകുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, വേദനാജനകമായ ഒരു സംഭവം. അല്പസമയം കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇതാ ശിഷ്യന്മാർ അവരുടെ പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അവർ മീൻ പിടിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. തങ്ങൾക്ക് ലഭിച്ച ദൈവിക നന്മകളെ, തങ്ങൾക്ക് ലഭിച്ച ദൈവിക കാഴ്ചപ്പാടുകളെ എന്നേക്കുമായിട്ട് മറന്നുകൊണ്ട്, ഹല്ലേലൂയ, ഞാൻ മീനുകളെ ചില ഭൗതിക നന്മകളുമായിട്ട് ഉപമിച്ചു നിങ്ങളോട് പറയുമ്പോൾ തങ്ങളുടെ പഴയ ഭൗതിക നന്മകളെ തേടിപ്പോകുന്ന ഒരു ശിഷ്യഗണത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയജനം, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നാം ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, നാം ചിലപ്പോൾ യാചിക്കുമ്പോൾ കർത്താവ് ചിലപ്പോൾ മറുപടി തരാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ പേഴ്സണൽ പ്രയറുകളിൽ ഹല്ലേലൂയ ഒരു ശൂന്യത അനുഭവപ്പെട്ടു എന്ന് വരാം. ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവ് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്, കർത്താവ് വരാതിരിക്കുകയല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. അതെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണുന്നവരാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ പറയട്ടെ, ചുരുക്കം ചില സമയം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. അതെ, ഈ ശിഷ്യന്മാർ അതെ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പക്ഷെ ഒന്നും ലഭിച്ചില്ല. ഹല്ലേലൂയ. കടലിനെ കുറിച്ച് സകലതും അറിയാവുന്നവരായി ശിഷ്യന്മാർ, പ്രത്യേകിച്ച് പത്രോസ്. കടലിന്റെ A to Z എല്ലാ കാര്യവും അറിയാന്നുള്ള പത്രോസ്. ഹല്ലേലൂയ. അവർ വലയെറിഞ്ഞു, പലയിടത്തായിട്ട് എറിഞ്ഞു, ഒന്നും ലഭിച്ചില്ല. ഹല്ലേലൂയ. അവർക്ക് ലഭിക്കാത്തതിന് ചില കാരണങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതെ, ഒരിക്കൽ സകല നന്മകളും ഈ ശിഷ്യന്മാർക്ക് കൊടുത്തതിന് ശേഷം, അയൽ പടകുകൾക്ക് പോലും ആ നന്മകളെ കൈമാറിയതിനു ശേഷം യേശു അവരെ വിളിച്ചു, നിങ്ങൾ ഇനി ഈ മനുഷ്യരെ പിടിക്കുന്നവരാണ്, നിങ്ങൾ ഇനി ഭൗതിക നന്മയുടെ പിന്നാലെ പോകേണ്ടവരല്ല, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാ. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം ലഭിച്ച ഈ പത്രോസും കൂട്ടരും വീണ്ടും കർത്താവ് അല്പസമയം ഒന്ന് മാറി നിന്നപ്പോൾ ആ പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. വചനം പറയുന്നു, കർത്താവ് ചിലതിനെ അടച്ചു വെച്ചാൽ തുറക്കുവാൻ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അതിന്റെ അവസാനത്തിലേക്ക് ഒന്ന് വരട്ടെ. ഇവിടെ ഇതാ വെളുപ്പാം കാലമാകുമ്പോൾ കർത്താവ് കടൽക്കരയിൽ വന്ന് നിന്നിട്ട് അവരോട് ചോദിക്കുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചോ? നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്റെ ആബ്സെൻസിൽ നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം പലപ്പോഴും. കർത്താവിന്റെ അസാന്നിധ്യത്തിൽ നാം എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓട്ട സഞ്ചിയിൽ വീഴുന്ന നാണയത്തുട്ടുകൾ പോലെ ഒന്നും കാണുവാനില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് കർത്താവിന്റെ അസാന്നിധ്യത്തിൽ കർത്താവ് അല്പസമയം ഒന്ന് മാറുന്നപ്പോൾ ശിഷ്യന്മാർ വീണ്ടും അവരുടെ പഴയ അവസ്ഥയിലേക്ക് പോകുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്താ തന്നെയായിരുന്നാലും നമ്മെ കൈവിടാത്തവനാണ് നമ്മുടെ കർത്താവ്.
അതെ, ശിഷ്യന്മാരെ കൈവിടാത്ത കർത്താവ് നമ്മെയും കൈവിടുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കർത്താവ് വരികയാണ്. കർത്താവ് വന്നിട്ട് പറയുന്നത്, എന്തെങ്കിലും ഭക്ഷിക്കുവാനായിട്ട് മീൻ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. അതെ, കർത്താവിന്റെ അസാന്നിധ്യത്തിൽ നാം ചെയ്യുന്നതെല്ലാം വൃഥാവാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ചില ഡയറക്ഷൻസ് അവിടെ കൊടുക്കുകയാണ്. അതെ, കർത്താവ് ചില ഡയറക്ഷൻസ് കൊടുക്കുമ്പോൾ ചില പുതിയതായിട്ട് അവിടെ സംഭവിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നിങ്ങൾ വലതുവശത്തേക്ക് വലയെറിയുവിൻ. ആമേൻ. എന്താ പത്രോസ് എറിഞ്ഞില്ലയോ? കുറച്ചു മുന്നേ വരെ വലതുവശത്തും ഇടതുവശത്തും മുന്നിലും പിന്നിലും എല്ലാം വല എറിഞ്ഞതാ, ഒന്നും ലഭിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ആമേൻ. അതെ, കർത്താവ് ജനങ്ങളോട്, കർത്താവ് ശിഷ്യന്മാരോട് ഹല്ലേലൂയ വല എറിയുവാൻ പറയുമ്പോൾ മറ്റൊരു ഡയമെൻഷൻ താഴേക്ക് പോയി, മറ്റൊരു ശബ്ദം താഴേക്ക് പോയി. ഹല്ലേലൂയ. സകലത്തെയും സൃഷ്ടിച്ച നമ്മുടെ കർത്താവ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ്, ആകാശത്തെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ്, ആഴിയെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ്, ആഴിയിൽ വസിക്കുന്ന മീനുകളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ്, അതെ, മീൻ കൂട്ടങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പടകിന്റെ വലതുവശത്ത് വരിക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, അതെ, ഹല്ലേലൂയ, നിറവുകളെ തരുവാൻ കഴിവുള്ളവരാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ അടുക്കൽ വരുമ്പോൾ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, ചില പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഹല്ലേലൂയ. പെരുത്ത മീൻ കൂട്ടം കിട്ടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, 154 മീനുകൾ ഉണ്ടായിരുന്നെങ്കിലും വല കീറിയില്ല എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അതെ, ആ ഒരു അനുഭവം കർത്താവ് അവർക്ക് പ്രദാനം ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതെ, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുനീരിനെ കാണുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിനെ കാണുന്നവൻ, നമ്മുടെ ഭയത്തെ മാറ്റുന്നവൻ, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നവൻ, നമുക്ക് ചില നിറവുകൾ തരുവാൻ പ്രാർത്ഥന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൈകളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. എന്നാൽ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഏദെൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ കൂട്ടായ്മ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് ഒരു കാര്യം മാത്രം മതി, ഏദെൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട കൂട്ടായ്മ. ഏദെൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട കൂട്ടായ്മ കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ തിരശീല കീറി ഹല്ലേലൂയ നമുക്ക് വേണ്ടി തുറന്നു തന്നുവെങ്കിൽ ആ കൂട്ടായ്മ ബന്ധത്തിൽ നമുക്കായിരിക്കാൻ നമ്മുടെ പരിശുദ്ധാത്മാവ്, നമുക്ക് വേണ്ടി തന്ന പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് കീഴടങ്ങിക്കൊണ്ട് ഹല്ലേലൂയ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. ഹല്ലേലൂയ. അതെ, നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവൻ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം അല്പസമയം നിങ്ങളോട് തിരുവചനം സംസാരിക്കുവാൻ അവസരം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള തിരുവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ചിന്തയാണല്ലോ തിരുവചനത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. കർത്താവ് വ്യത്യസ്തരായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഒന്നാമതായിട്ട് നമുക്കറിയാം, മറിയയ്ക്കാണ്, ഒരു സ്ത്രീക്കാണ് ഒന്നാമതായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അത് ശിഷ്യന്മാരെല്ലാം ഭയപ്പെട്ട ഒളിച്ചിരിക്കുന്ന സമയത്ത് പത്രോസ് യോഹന്നാനും ഒക്കെ വന്ന് നോക്കിയെങ്കിലും അവര് അവിടെ നിന്ന് ഓടിപ്പോയി. പെട്ടെന്ന് തന്നെ അവര് തിരികെ അങ്ങ് പോയി. എന്നാൽ മറിയയാകട്ടെ തിരികെ പോയില്ല. തിരികെ പോകാതെ അവിടെ നിൽക്കുകയാണ്, കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. എത്ര വലിയൊരു സ്നേഹമാണ്! അങ്ങനെ ആ സ്നേഹം കൊണ്ട് എന്താണ് മറിയ പറയുന്നത്? നമ്മൾ നേരത്തെ ഇത് പല പ്രാവശ്യം ഈ പ്രകടനം തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മറിയ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? പറയാണ്, എന്റെ കർത്താവിനെ ഇങ്ങ് തന്നാൽ ഞാൻ എടുത്തുകൊണ്ട് പോകാം. അതൊരു ശവശരീരം, 3 ദിവസം മുമ്പ് ഉള്ള ഒരു ശവശരീരം തരിക, അത് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെയാണ് മറിയ പറഞ്ഞത്. എത്രമാത്രം ആഴമായിട്ടുള്ള ഒരു സ്നേഹമാണ് പ്രിയമുള്ളവരെ നമ്മളോട് കാണുന്നത്. ആ സ്നേഹത്തിന്റെ മുൻപിൽ കർത്താവ് ആദ്യമായിട്ട് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് മറിയയെ ആശ്വസിപ്പിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ നമ്മൾ യഥാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ആ ദൈവസ്നേഹത്തിൽ നമ്മൾ നമ്മുടെ വേദനകളിൽ കരയുകയാണെങ്കിൽ നമ്മളെ വിട്ടിട്ട് പോകുന്ന ഒരു കർത്താവല്ല, നമ്മുടെ വേദനകൾക്ക് മധ്യത്തിൽ പ്രത്യക്ഷനാകുന്ന ഒരു കർത്താവാണ് എന്ന് നമുക്ക് ഇന്ന് രാത്രിയിലും കേൾക്കുന്നതിന് സാധിച്ചല്ലോ. രണ്ടാമതായിട്ട് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ മുൻപിൽ
പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സമാധാനം നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഭയപ്പെട്ട അനുഭവങ്ങളിൽ, സമാധാനമില്ലാത്ത അനുഭവങ്ങളിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് സമാധാനം നൽകുന്നു. മൂന്നാമതായിട്ട്, വിശ്വാസത്തിന് ഉലച്ചിൽ തട്ടുമ്പോൾ കർത്താവ് നമ്മളെ വിട്ടിട്ട് അങ്ങ് പോവുകയല്ല. നമ്മുടെ വിശ്വാസത്തിന് ഉലച്ചിൽ തട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ സംശയാസ്പദരായിട്ടൊക്കെ നിൽക്കുമ്പോൾ, ഹൃദയത്തിൽ ചാഞ്ചല്യമുള്ളവരായി നിൽക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് പ്രത്യക്ഷപ്പെട്ട നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരു കർത്താവ്. നാലാമതായിട്ട് നമ്മൾ കേട്ടത് എത്ര ശക്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ ശിഷ്യന്മാരെല്ലാം കർത്താവിനെ വിട്ട് അവരുടെ പഴയ ജോലിയിലേക്ക് പോയാണ്. ഇത്രയും അതിശയങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ടിട്ട് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ളവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഞങ്ങള് ഈ ഇസ്രായേൽ ജനത ആകമാനം നോക്കിക്കൊണ്ടിരിക്കുന്ന, നൂറ്റാണ്ടുകളായിട്ട് കാത്തിരിക്കുന്ന ആ ക്രിസ്തുവാണ് നീ എന്നൊക്കെ ഒരു വലിയ വെളിപ്പാടൊക്കെ ലഭിച്ചതിന് ശേഷവും ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പത്രോസ് പറയാ, ഇതെല്ലാം വിട്ടുകളാ, നമുക്ക് മീൻ പിടിക്കാൻ പോവാം, നമ്മുടെ പഴയ ജോലിയിലേക്ക് പോയി നമുക്ക് എങ്ങനെയും ജീവിച്ചു പോകാനുള്ള മാർഗം നോക്കാം എന്നൊക്കെ പറയുകയാണ്. കർത്താവ് ആ പിന്മാറിപ്പോയ ശിഷ്യന്മാർ, 7-8 പേരുണ്ടായിരുന്നു അവിടെ, ആ പിന്മാറിപ്പോയ ശിഷ്യന്മാരുടെ മുൻപ് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് അവരെന്തിനു വേണ്ടി വന്നോ അതൊന്നും അവർക്ക് ലഭിച്ചില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ലഭിച്ചില്ല. എന്നാൽ അവരെന്തിനു വേണ്ടി അധ്വാനിച്ചോ അതെല്ലാം കർത്താവ് അവർക്ക് ഒരു നിമിഷം കൊണ്ട് നൽകുകയാണ്. നൽകിയതിന് ശേഷം അവരെ തന്റെ മിനിസ്ട്രിയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തില് നമ്മൾ പിന്നോട്ടൊക്കെ പിന്മാറിപ്പോയാൽ കർത്താവ് നമ്മളെ വിട്ടുകളയുന്ന ഒരു കർത്താവല്ല, ആ സ്നേഹത്തോടുകൂടെ. എന്നാൽ നമുക്കറിയാം, ആ കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, തിബരിയാസ്കടൽക്കരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എങ്ങനെയാണ് കർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്തിയെന്നുള്ളത് എത്ര ആഴമായിട്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അറിവിലുള്ള ഈ ലോകത്തിലെ ഏത് നേതാവാണെങ്കിലും അങ്ങനെ പിന്മാറിപ്പോയി താൻ ഏൽപ്പിച്ചതായ കർത്തവ്യം എല്ലാം കളഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോയാൽ ഒരു നേതാവ് അവരെ വിട്ടുകളയുമോ? പിന്നീട് കാണുന്ന ഉടനെ അവരെ ശാസിക്കുകയും അവരെ തർജ്ജനം ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ആയിരിക്കും ചെയ്യുക. എന്നാൽ കർത്താവാകട്ടെ ഒന്നും പറഞ്ഞില്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിന്മാറിപ്പോയത്, മോശമായി പോയല്ലോ, ഒരു വാക്ക് പോലും പറയാതെ സ്നേഹത്തോടുകൂടെ അവരെ സ്നേഹിക്കുന്ന, അവരെ ലാളിക്കുന്ന, അവർക്ക് ആവശ്യമുള്ള ആഹാരവും ഒക്കെ അവർ ക്ഷീണിതരായിട്ടിരിക്കുമ്പോൾ അവരോട് ഒരു അക്ഷരം പോലും സംസാരിക്കുന്നതിന് മുൻപ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ആഹാരവും ഒക്കെ, ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നൽകി അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം അവരോട് ശാന്തനായിട്ട് സ്നേഹത്തോടുകൂടെ സംസാരിക്കുന്ന ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മള് ഈ കർത്താവിനെയൊക്കെ വിട്ട് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്താലും സ്നേഹത്തോടുകൂടെ ശാന്തരായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ്. നമുക്കത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ നമുക്കത് വിവേചിച്ചറിയാൻ കഴിയുമെങ്കിൽ ആ സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. കർത്താവിന്റെ ദാസൻ എത്ര ശക്തമായിട്ട്, എത്ര മനോഹരമായിട്ട് ഒരു ടീച്ചറാണെന്നാണല്ലോ പറഞ്ഞു. അതുപോലെ വളരെ പ്രായോഗികമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ 4 പോയിന്റുമായിട്ടൊക്കെ വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നതിന്, തനായിരിക്കുന്ന സ്ഥാനത്ത്, സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും മറ്റുള്ളവരുടെ മുൻപാകെ, കർത്താവിനെ അറിയാത്ത ആളുകളുടെ മുൻപാകെ കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നതിന് ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. ഈ പ്രയർ ലൈനിൽ വന്ന തിരുവനന്തപുരം സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഷിക്കാഗോ പ്രയർ ലൈനിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് തന്റെ ദാസനെ, കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.